വെൽക്കം ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷണൽ യൂണിറ്റ്സിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മളതിൻ്റെ കണ്ടിന്യൂവേഷനാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോറേജിനെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പ്രൈമറി സ്റ്റോറേജ് എന്താണെന്ന് കണ്ടു, സെക്കൻഡറി സ്റ്റോറേജ് എന്താണെന്ന് കണ്ടു, റാമും റോമും തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മളുടെ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മെമ്മറിയുടെ മെഷർമെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, നമ്മളൊരു ലിക്വിഡ് ആണെങ്കിൽ ലിറ്റർ എന്ന് പറയുന്ന മെഷർമെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്, ഡിസ്റ്റൻസ് ആണെങ്കിൽ മീറ്ററും കിലോമീറ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മെമ്മറി സ്പേസിന് എങ്ങനെ നമ്മൾക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മെമ്മറിയെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ബൈറ്റാണ് കേട്ടോ. ദ മോസ്റ്റ് കോമൺ മെഷർമെൻറ്റ് യൂണിറ്റ് ഫോർ ഡിസ്ക്രൈബിങ് എ കമ്പ്യൂട്ടർ മെമ്മറി ഈസ് ദ ബൈറ്റ്. ബൈറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത്. ബൈറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ് കേട്ടോ. 8 ബിറ്റിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ബൈറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒരു 8 ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റ് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കീബോർഡിലുള്ള എല്ലാ ക്യാരക്ടേഴ്സ്, ഓരോ ക്യാരക്ടർ ഒരു സിംഗിൾ ക്യാരക്ടറിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലി ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും 8 ബിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജനറലി എ ബൈറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് മെമ്മറി ടു സ്റ്റോർ എ സിംഗിൾ ക്യാരക്ടർ സച്ച് ആസ് എ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് ഓർ എ ന്യൂമറൽ. ഇനി നമ്മൾ അറിഞ്ഞു വയ്ക്കേണ്ടത്, നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസിനെയാണ് നമ്മൾ ബൈറ്റ് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് മെമ്മറി സ്പേസസ് കാണാം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ് അങ്ങനെയുള്ള ടേംസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിലോ ബൈറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ക്യാപിറ്റൽ, കിലോയുടെ ഷോർട്ട് ഫോമാണ് ക്യാപിറ്റൽ കെ, ബൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഫോം ക്യാപിറ്റൽ ബി ആണ് കേട്ടോ. കിലോ ബൈറ്റ് എല്ലാത്തിനും അങ്ങനെ തന്നെ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ സ്മോൾ ബി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് മീൻസ് കിലോ ബിറ്റ് ആണ് കേട്ടോ. കെ ബി കിലോ, ക്യാപിറ്റൽ കെ, അത് കഴിഞ്ഞിട്ട് സ്മോൾ ബി ആണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ് കിലോ ബിറ്റ്സ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെമ്മറിയുടെ ഒരു എമൗണ്ട് മാത്രം പറയാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ കിലോ ബൈറ്റ്, ടെറാബൈറ്റ് എന്നൊക്കെ പറയുന്ന കൺവെൻഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ഡേറ്റ, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളും ഒക്കെ പറയാൻ, അല്ലെങ്കിൽ ഡേറ്റയെ പറ്റി പറയാൻ വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ മെഗാബിറ്റ് പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്പീഡ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു കൺവെൻഷൻസ് അല്ലെങ്കിൽ ഈ ഒരു നെയിമിംഗ് പാറ്റേൺസ് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞു വയ്ക്കുക, കാണാതെ പഠിച്ചു വയ്ക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. നമുക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നെയിംസാണ് കിലോ, മെഗാ, ജിഗ, ടെറ, പെക്സ, എക്സ, സെറ്റ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഉണ്ട്. അപ്പോൾ ഒരു 10⁻18 വരെയുള്ള ഒരു ക്വാണ്ടിറ്റി റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കാം, അറിയത്തില്ലാത്തവർ ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. ദാറ്റ് മീൻസ് കിലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 10⁻, അതിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 10⁻³ ആണ്, അല്ലെങ്കിൽ കിലോ റെപ്രസെൻറ്റ് 1000. അപ്പോൾ കിലോ എന്ന വേർഡ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇറ്റ് മീൻസ് 1000. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൺവേർഷൻസിന്, നമുക്ക് കൺവേർഷൻ മെമ്മറി അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻസ് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം വരും. നമ്മളോടിപ്പം ഒരു കിലോമീറ്റർ ഈസ് ഈക്വൽ ടു എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ, 1 കിലോമീറ്ററിൻ്റെ ആ കിലോ എന്ന് പറയുന്ന വേർഡ് അവിടുന്ന് മാറ്റി മീറ്റർ മാത്രം എഴുതുന്നു. കിലോയ്ക്ക് പകരം നമ്മൾ എന്താക്കുന്നു, 10⁻³ അല്ലെങ്കിൽ 1000 ആക്കുന്നു. ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് നോക്കുക കേട്ടോ. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. ഓക്കെ, ഈ ഒരു മെഗാ എന്ന് പറയുന്നത് 10⁻6 ആണ്. ദാറ്റ് മീൻസ് 1000 × 1000 അല്ലേ.
അല്ലെങ്കിൽ 10⁻⁶ നമുക്ക് 10⁻³ ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. 10⁻³ ഇൻറ്റു 10⁻³ എന്ന് പറയുന്നത് 1000 ഇൻറ്റു 1000 1000⁻² എന്ന് എഴുതാം. ജിഗ എന്ന് പറയുമ്പോൾ 10⁻৯ ആണ്. അതിനെ എഗെയിൻ നമ്മൾ 1000ൻ്റെ പവറാക്കി അല്ലെങ്കിൽ 1000ൻ്റെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് നമുക്ക് ലേറ്റർ കൺവേർഷൻസ് വരുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഓരോന്നിനെയും 1000ൻ്റെ ടേംസിൽ എഴുതാനും അറിഞ്ഞിരിക്കുന്നത്. 10⁻9 എന്ന് പറയുന്നത് 10⁻³ ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ 1000⁻³ ആണ്. ടെറ എന്ന് പറയുന്നത് 10⁻12 ആണ്. പെറ്റ എന്ന് പറയുന്നത് 10⁻15 ആണ്. എക്സ എന്ന് പറയുന്നത് 10⁻18 ആണ്. അപ്പം ഇതിൻ്റെ എല്ലാ അബ്രിവേഷൻസും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കിലോ ക്യാപിറ്റൽ കെ, മെഗാ ക്യാപിറ്റൽ എം, ജിഗ ക്യാപിറ്റൽ ജി, ടെറ ക്യാപിറ്റൽ ടി, പെറ്റ ക്യാപിറ്റൽ പി ആൻഡ് എക്സ ക്യാപിറ്റൽ ഇ. ഈ ഒരു ഇത്രയും പോർഷൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. അതറിയത്തില്ലാത്തവർ അത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, ഓരോ നെയിംസും അതിൻ്റെ ഡെസിമൽ വാല്യൂ. ഇനി ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പം ഈ ഒരു നെയിമുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വാല്യൂയിലേക്ക് വരുമ്പം ഇൻ കേസ് ഓഫ് കമ്പ്യൂട്ടർ കിലോ എന്ന് പറഞ്ഞാൽ 1000 അല്ല 1024 ആണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഡെസിമലിൽ 1000 എന്ന് എടുക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അതിൻ്റെ അപ്രോക്സിമേറ്റ് ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 1024 ആണ്. എന്തുകൊണ്ടാണിത് 1024 ആയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു കണ്ടുപിടിക്കാൻ ഒരു വർക്കായിട്ട് തരുവാണ്. നമ്മളുടെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ 1000 ആണ്. പക്ഷേ ബൈനറി അപ്രോക്സിമേഷൻ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ അത് 1024 ആണ്. അത് ഓർത്ത് വയ്ക്കുക, മറന്നു പോകല്ലോ കേട്ടോ. കിലോ മീൻസ് ഇൻ കമ്പ്യൂട്ടർ 1024. ഓക്കെ, അപ്പോൾ ഇത് കാണാതെയും പഠിച്ച് ഈ ഒരു പോയിന്റും കൂടി അറിഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻസ് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ മെഗാ തൊട്ടുള്ള ക്വാണ്ടിറ്റി അതിനെ നമ്മൾ കിലോയുടെ ഫോമിലേക്ക് എഴുതാനും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. 10⁻6 എന്ന് പറയുമ്പോൾ 10⁻³ ഇൻറ്റു 10⁻³ 10⁻9 10⁻³ ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലായിടത്തും 1000ൻ്റെ ബേസിസിലും കമ്പ്യൂട്ടറിൻ്റെ കേസിൽ വരുമ്പോൾ 1024ൻ്റെ ബേസിസിലും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നത് 1 GB എന്ന് പറയുന്നത് എത്ര KB ആണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. 1 GB എന്ന് പറയുമ്പം എത്ര KB ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ G എന്ന് പറയുന്ന ലെറ്റർ അല്ലേ, ഈ ഒരു ലെറ്ററിനെ K ആക്കി മാറ്റണം കേട്ടോ. ഇതൊരു സ്റ്റാൻഡേർഡ് മെത്തേഡൊന്നുമല്ല, എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളിത് നോട്ടിലേക്ക് എഴുതേണ്ട, നിങ്ങൾ ഇടയ്ക്കൊരു സ്പേസ് വിട്ടില്ലായിരുന്നു, പേജ് സ്പേസ് വിട്ടിട്ട് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ എഴുതിയായിരുന്നു അല്ലേ. അപ്പോൾ ആ സ്പേസ് വിട്ട ഇതിലൂടെ വേണം നിങ്ങൾ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ജി എന്ന് പറയുന്ന വേർഡ് ജിഗ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം 10⁻9 ആണ്. കാണാതെ പഠിച്ചു വയ്ക്കണം കേട്ടോ, അറിയത്തില്ലാത്തവർ. ഓക്കെ, ഇനി നമുക്ക് അത് വെച്ചിട്ട് 10⁻9ൽ നിന്ന് നമുക്ക് 10⁻³ എടുക്കാനായിട്ട് പറ്റും അല്ലേ. 10⁻³ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻9നെ 10⁻6 ഇൻറ്റു 10⁻³ എന്നുള്ള എഴുതാം. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനെ 1 GB ഞാൻ 1 ഇൻറ്റു G എന്ന് പറയുന്ന വേർഡിനെ ഞാൻ 10⁻9 ആക്കി, B എന്നുള്ളത് അങ്ങനെ തന്നെ ഇട്ടു. ഇനി എനിക്കിതിൽ K ആണ് ആക്കേണ്ടത്. K ആക്കേണ്ടത് കൊണ്ട് ഞാൻ ഈ ഒരു 10⁻9നെ ഞാൻ 10⁻6 ഇൻറ്റു 10⁻³ ആക്കി. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 10⁻³ ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻³ എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇത്തിരി എളുപ്പത്തിന് എഴുതിയെന്നേ ഉള്ളൂ. ഫുൾ എല്ലാം കിലോയുടെ ബേസിസിലേക്ക് മാറ്റുകയും വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു 10⁻³ നമുക്ക് എന്തെന്ന് എഴുതാം? 10⁻³ മീൻസ് കിലോ കേട്ടോ. അപ്പം KB എന്ന് അപ്പം തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ 1 GB എന്ന് പറയുന്നത് 1 ഇൻറ്റു 10⁻6 KB. അത് കംപ്ലീറ്റ് ആയിട്ട് ശരിയല്ല. കാരണം
നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ 1000 എന്ന് പറയുന്നതിന് പകരം 1024 ആണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇതിനെ വീണ്ടും 1000ൻ്റെ ബേസിൽ എഴുതുവാണെങ്കിൽ എനിക്ക് വീണ്ടും കാൽക്കുലേഷൻ എളുപ്പമുണ്ട്. അപ്പോൾ 10⁻⁶ ഞാൻ 10⁻³ × 10⁻³ എന്ന് എഴുതി. ദാറ്റ് മീൻസ് 1000 × 1000 KB അങ്ങനെ തന്നെ എഴുതി. ഇതൊരു റോ ആയിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ എഴുതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റായിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. കാരണം 1000 അല്ല നമ്മുടെ സിസ്റ്റത്തിൽ കിലോയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1024 ആണ്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1024 × 1020. കേക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ, കിലോ ബൈറ്റ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കിലോ എന്ന് പറയുന്നത് 1024 ആണ്. നമ്മുടെ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 10ൻ്റെ പവർ യൂസ് ചെയ്തത്. 1024 നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് കേട്ടോ. നിങ്ങൾ ശീലിച്ചു വന്നൊരു കൺവെൻഷൻ അതായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കാണിച്ചത്. ഇങ്ങനെ എഴുതിയിട്ട് ഏറ്റവും അവസാനം ഇതിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. കാൽക്കുലേഷൻ ഇങ്ങനെ ഒരു മെത്തേഡായിട്ട് എഴുതി പോകുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും 1024 എഴുതി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഇങ്ങനെ ഒരു മെമ്മറി തന്നിട്ട് അതിനെ ഇത്ര KB കൺവേർട്ട് ചെയ്ത് എഴുതാനുള്ള വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് പോലെയാണ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഏറ്റവും അവസാനം നിങ്ങൾ എന്തായിട്ട് മാറ്റുക? 1000നെ 1024 ആക്കി മാറ്റുക. അപ്പോൾ 1 GB എന്ന് പറയുന്നത് ഇത്രയും KB ആണ്. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് KB കിലോയെക്കാട്ടിലും കൂടിയ ഒരു ക്വാണ്ടിറ്റിയാണ് ജിഗ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്സ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കിലോയെക്കാട്ടിലും കൂടിയ ക്വാണ്ടിറ്റിയാണ് മെഗായെക്കാളും കൂടിയ ക്വാണ്ടിറ്റിയാണ് ജിഗ. ഓക്കെ, അതിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. പവറുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരുമ്പം അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് 1 GB എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത് സൈസ് കൂടുതലാണെന്ന് വിചാരിക്കല്ലേ. ഓൾവേസ് KB സൈസ് GB വരത്തുള്ളൂ. ഓക്കെ, ഇനി ഞാനൊരു അസൈൻമെൻറ്റ് തരുവാണ്. നിങ്ങൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസ് 2 GB എത്ര KB ആണെന്ന് കണ്ടുപിടിക്കുക, 1 MB എത്ര KB ആണെന്ന് കണ്ടുപിടിക്കുക. ഇത് ഓരോന്നും. അതുപോലെ തന്നെ 4 GB എത്ര ബൈറ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുക കേട്ടോ. 4 GB എത്ര MB ആണെന്നുള്ളതും കണ്ടുപിടിക്കാനായിട്ട് ഉണ്ട്. ഇനി ഒരെണ്ണം കൂടെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അതായത് 4 GB എന്ന് പറയുന്നത് എത്ര TB ആണ്. 4 GBയെ എത്ര TBയിലോട്ട് നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറേജിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ്സിൽ നിങ്ങൾക്കിനി നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU-ന് ഇപ്പോൾ നമ്മൾ പറയുന്ന പേര് മൈക്രോ പ്രോസസ്സർ എന്നാണ് കേട്ടോ. CPU അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പല പേരുകളിൽ നമ്മൾ വിളിക്കും. മൈക്രോ എന്നുള്ള വേർഡ് നിങ്ങൾ കണ്ടോ? മൈക്രോസ്കോപ്പിക് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും അല്ലേ. മൈക്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ എഗെയിൻ 10⁻⁶ ഒക്കെയാണ് നമ്മൾ മൈക്രോ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സർ വളരെ ചെറിയ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ALUവും കൺട്രോൾ യൂണിറ്റും 2 ചിപ്പുകളിലായിട്ടായിരുന്നു അല്ലെങ്കിൽ 2 പൊസിഷൻസിലായിട്ടായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. അന്നേരമായിരുന്നു നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU എന്നുള്ള പേര് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പം ALUവിനും കൺട്രോൾ യൂണിറ്റിനും ഒരു കുഞ്ഞു ചെറിയ ചിപ്പിലേക്ക് അത് ഒറ്റ ചിപ്പിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോഴാണ് പേര് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്നൊക്കെ ആക്കി മാറ്റിയത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ നമുക്കറിയാം 2 മെയിൻ കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് കൺട്രോൾ യൂണിറ്റും ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും. ഇതിനെ രണ്ടിനെയും കൂടെ, ഈ 2 പാർട്സും കൂടെ അടങ്ങിയതാണ് നമ്മൾ CPU എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ് പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വരുന്നത്. പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു CPU അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സറിൽ ALUവും കൺട്രോൾ യൂണിറ്റിനെയും കൂടാണ്ട് മൂന്നാമത് ഒരു കമ്പോണൻറ്റും കൂടെ ഉണ്ട്. അതാണ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഈ 3 കമ്പോണൻസും കൂടി ചേർന്നതാണ് ഒരു CPU എന്ന് പറയുന്നത്. ALU, കൺട്രോൾ യൂണിറ്റ് ആൻഡ് എ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടാണ്.
രജിസ്റ്റേഴ്സ് ആർ മെമ്മറി ലൊക്കേഷൻസ് വിത്തിൻ ദ CPU. CPU-ൻ്റെ ഉള്ളിൽ തന്നെയുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡീഷണലി നിങ്ങളൊരു നോട്ട് പോലെ സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കും. ഇവിടെ നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ ആ കണ്ട ഫിഗറിൽ നമ്മുടെ രജിസ്റ്ററിനെയും കൂടെ നമ്മൾ ആ സ്റ്റോറേജിൻ്റെ പാർട്ടിലാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ഡെഫിനിഷനും കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയും ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. ഓക്കെ, എഗെയിൻ CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ദ CPU പെർഫോംസ് all major calculations and comparisons and also activates and controls the operations of other units of the computer system. അപ്പോൾ CPU ആണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാൽക്കുലേഷൻസിനെയും കമ്പാരിസൺസിനെയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള എല്ലാ കമ്പോണൻസിനെയും കൺട്രോൾ ചെയ്യുന്നതും CPU ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കാൽക്കുലേഷനും കമ്പാരിസണും CPU-ൻ്റെ ഉള്ളിലെ ALU എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി CPU എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയറിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ചിപ്പാണ്, ഒരു സിംഗിൾ ചിപ്പാണ്. നമ്മുടെ സിസ്റ്റത്തിലൊക്കെ വരുമ്പോൾ ഒരു സിംഗിൾ ചിപ്പായിരിക്കും CPU. ഒന്നിൽ കൂടുതൽ ചിപ്പുകളിലും CPU വരാം. ജനറലി പറയുമ്പോൾ CPU എന്ന് പറയുന്ന ഒരു സിംഗിൾ ചിപ്പാണ്. ആ ഒരു ചിപ്പ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മദർ ബോർഡ് എന്ന് പറയുന്ന വലിയൊരു സർക്യൂട്ട് ബോർഡുണ്ട്. ആ മദർ ബോർഡിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഒരു സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡ് എന്ന് പേര് വരാൻ കാരണം നമ്മുടെ സിസ്റ്റത്തിലെ ഓൾമോസ്റ്റ് എല്ലാ മെയിൻ കമ്പോണൻസും അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. CPU അവിടെയാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ROM ഇതെല്ലാം മദർ ബോർഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് CPU-ൻ്റെ ഉള്ളിൽ വരുന്ന ALU-നെയും കൺട്രോൾ യൂണിറ്റിനെ പറ്റി നോക്കാം. ഫസ്റ്റ് വൺ ALU നിങ്ങൾക്കറിയാം. ALU മെയിൻലി അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്ന, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് അതിൻ്റെ പേര് തന്നെ ഉണ്ടല്ലേ. ALU പെർഫോം ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്. അതുപോലെ തന്നെ എല്ലാ കമ്പാരിസൺ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. ചിലത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ലെസ് ദാൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, എക്സെട്ര കേട്ടോ. അങ്ങനത്തെ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ALU അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുമ്പം ഇപ്പം ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊക്കെയുള്ള റിസൾട്ട്സ് ഉണ്ടാവാറുണ്ടല്ലേ. അത് പ്രൈമറി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യും, ഇടയ്ക്കെടുക്കും. അങ്ങനെ ആ ഒരു രീതിയിലാണ് ALU വർക്ക് ചെയ്യുന്നത് കേട്ടോ. ALU does the processing and the computer temporarily transfer the intermediate results generated there back to the primary storage until needed later. പ്രൈമറി സ്റ്റോറേജിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ് നമ്മുടെ രജിസ്റ്റേഴ്സും വരുന്നത്. ടെമ്പററി ആയിട്ടുള്ള ഡേറ്റാസ് രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്ത് വേണ്ടപ്പോൾ എടുത്ത് അങ്ങ് ആ ഒരു രീതിയിലാണ് ALU വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് കൺട്രോൾ യൂണിറ്റിലേക്ക് പോകാം. കമ്പ്യൂട്ടേഴ്സ് കൺട്രോൾ യൂണിറ്റ് ഡസ് നോട്ട് പെർഫോം എനി ആക്ച്വൽ പ്രോസസ്സിംഗ് ഓഫ് ജോബ്സ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു CPU-ൻ്റെ പ്രോസസ്സിംഗ് വർക്ക് എല്ലാം പെർഫോം ചെയ്യുന്നത് ALU ആണ്. കൺട്രോൾ യൂണിറ്റ് ഒരു പ്രോസസ്സിംഗ് വർക്കും പെർഫോം ചെയ്യുന്നില്ല. ഇറ്റ് ജസ്റ്റ് കൺട്രോൾസ് അതർ കമ്പോണൻസ് ഓഫ് ദി സിസ്റ്റം. അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഓപ്പറേഷൻസിനെ ഇത് കൺട്രോൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓൾ അതർ കമ്പോണൻസ്. എല്ലാ ഓപ്പറേഷൻസിനെ ഇത് കൺട്രോൾ ചെയ്യുന്നു. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് മനസ്സിലാവില്ലായിരിക്കാം, എങ്കിലും ഓർത്ത് വയ്ക്കുക. നമ്മളുടെ മെമ്മറിയുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് കാണും. ആ ഇൻസ്ട്രക്ഷൻ്റെ ബേസിസിലാണ് പ്രോസസ്സർ ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സറിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്ന് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ എല്ലാ കമ്പോണൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഒബ്റ്റെയിൻസ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം എ പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ എ മെയിൻ മെമ്മറി, interprets the instructions and issues signals causing other units of the system to execute them. ഇത്രയാണ് നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.